നിങ്ങളിപ്പോൾ മനസ്സിൽ കരുതിയിരിക്കുന്ന ആ ഒരു ആവശ്യം വിശ്വാസത്തോട് വേണം ചെയ്യാൻ, പ്രത്യാശയോടെ വേണം ചെയ്യാൻ. 48 വർഷം ശിലോഹ കുളക്കടയിൽ കിടന്നവൻ്റെ അവരെ തൊട്ട ഈശോ നിങ്ങൾ കാണും. നെയ് പട്ടണത്തിലെ വിധവയുടെ കുഞ്ഞിനെ പൊക്കിയെടുത്ത ദൈവത്തെ നിങ്ങളിപ്പോൾ കാണും. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ഈശോയെ നിങ്ങൾ കാണും. അങ്ങനെയെങ്കിൽ എൻ്റെ ആവശ്യം ഈശോ സാധിച്ചു തരും. എന്തും ആയിക്കോട്ടെ, അത് ഞാൻ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു നിമിഷം ഈശോയെ പ്രീതിപ്പെടുത്താൻ കഴിയാതെ. ഈശോ പ്രീതിപ്പെടുത്തുമ്പോൾ അത് എങ്ങനെയാണ്? നീ വെറുതെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് 3 കാര്യം കിട്ടുമെന്ന് പറയുന്നത്. ഉത്കർഷം, പ്രോത്സാഹനം, ആശ്വാസം. പക്ഷെ കർത്താവിനെ ഉച്ചത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നിനക്ക് അഭിവൃദ്ധി കിട്ടും. ഈശോയെ സ്തുതിച്ച് ഒരു മക്കളും രക്ഷപ്പെടാതെ പോയിട്ടില്ല, കടക്കാതെ പോയിട്ടില്ല, ജപ്തിയിൽ പോയിട്ടില്ല. കാരണം അതൊരു ദൈവവചനമാണ്. അത് അതുപോലെ നടക്കും. അഭിവൃദ്ധി, പ്രോസ്പെരിറ്റി ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് ഓരോണമായിട്ട് ഏറ്റവും വലിയ എൻ്റെ പ്രോസ്പെരിറ്റിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ എത്ര അച്ഛന്മാർക്ക് ഇത്രയും ദൂരം തങ്ങളുടെ വൈദ്യുതി കൊണ്ടുവരാൻ പറ്റും? എൻ്റെ സഭയിൽ എനിക്കറിയാം പറ്റില്ല. അതാണ് എൻ്റെ പ്രോസ്പെരിറ്റി, എൻ്റെ അഭിവൃദ്ധി. അതാണ് കാരണം. എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരെ വിശ്വസിക്കാൻ നാണമില്ലാത്തതാണ്. നിങ്ങൾ നാണിക്കേണ്ട വിശ്വസിക്കുന്നതിന് എല്ലാവരും 2 കരം ഉയർത്തി പിടിച്ച് ജീവിക്കുന്ന സാക്ഷ്യമാണ്. വലിയ അത്ഭുതമാണ്. കൊറോണ കാലത്ത് വിശ്വാസം ഒറ്റക്കാര്യം ഈ ദിവ്യകാരനെ എടുത്ത് വെച്ച് മുതൽ ഇങ്ങോട്ട് ആ ദിവ്യകാരനെ മാറ്റം ചെറുതായിട്ടൊന്ന് ദൈവത്തെ സ്വന്തമാക്കാതെ അപ്രകാരം എന്നെ സ്വന്തമാക്കണമേ. പൈശാചിക ശക്തികളിൽ തരണം. നീ ഞങ്ങളെ ചേർത്ത് പഠിക്കണം. പലപ്പോഴും പഴക്കദോഷം, മദ്യപാനം പോലുള്ള പലദോഷങ്ങൾ പലപ്പോഴും കൊടുത്ത സ്വന്തം സ്വർഗം എല്ലാവരും സ്വർഗത്തിൽ ഒരു നിമിഷം കൃത്യമായ ജോൺസാക്കിയുടെ യോഗത്തെ അദ്ദേഹത്തിന് ഓപ്പറേഷൻ വേണ്ടി വരാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.